ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഒരു 6:15 ആയി. രാത്രി എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അങ്ങനെ കുറച്ച് നേരത്തെ എണീക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെ മൈദ, പഞ്ചസാര, പാല്, പിന്നെന്താ ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, പിന്നെ നമുക്ക് കുറച്ച് ബട്ടറും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ. അപ്പോൾ ബട്ടർ മെൽറ്റഡ് ബട്ടർ അല്ലാത്ത ബട്ടർ തന്നെയാണ്. പക്ഷെ നമ്മൾ മിക്സിയിൽ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് മെൽറ്റായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബസ്മതി റൈസ് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർത്തി എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ലഞ്ച് ഉണ്ടാക്കണമല്ലോ. അപ്പോഴേക്കും നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡി. ഞാനൊരു തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് പാൻ കേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാൻ കേക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ അത് എന്താ പറയുക, പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയ പാൻ കേക്ക്സോ വലിയ പാൻ കേക്ക്സോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് റെഡിയാവും ചെയ്യും. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്താ പറയുക, പെട്ടെന്നൊരു 10 മിനിറ്റിനുള്ളിൽ ബാറ്ററും റെഡി പാൻ കേക്കും റെഡി എന്നുള്ളൊരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളെ നമുക്ക് പെട്ടെന്ന് തന്നെ സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ അതായത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് പാൻ കേക്ക്സൊക്കെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നത് തന്നെയല്ലേ ഉള്ളൂ. പിന്നെ നമുക്കൊരു റൈസും ഉണ്ടാക്കണം ലഞ്ചിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ അതേ അടുത്ത പാൻ കേക്ക്സും ഇതുപോലെ ചെറിയ കുട്ടി പാൻ കേക്ക്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും പൊതുവേ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ പാൻ കേക്ക്സ് റെഡി ആവുന്ന ഒരു സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് ബീൻസ് ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. നമുക്കൊരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നു. അപ്പോൾ നന്ദുവിന് പാൻ കേക്ക്സ് കൊടുക്കണം. പാൻ കേക്ക്സിൻ്റെ കൂടെ സാധാരണ ഇവിടെ ഒന്നില്ലെങ്കിൽ പാൻ കേക്ക് സിറപ്പ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. മേപ്പിൾ സിറപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതേ കുറച്ച് ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടിയും പിന്നെ ബാക്കി പാൻ കേക്ക് സിറപ്പിൻ്റെ കൂടിയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടിയൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ വിപ്പിംഗ് ക്രീം കാര്യങ്ങളൊന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ പാൻ കേക്ക്സ് അടുപ്പത്ത് റെഡി ആവുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ബീൻസ് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് എല്ലാം റെഡിയായി. ക്യാരറ്റും നല്ല ചെറുതായിട്ട് ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ബസ്മതി റൈസ് അതായത് ഊറ്റി എടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സവോള തൊലിയൊക്കെ കളഞ്ഞ് അത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് മുറിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. വെജിറ്റബിൾസൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ രാത്രി എനിക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടാറില്ല. എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇതൊക്കെ ഞാൻ ആ ഒരു സമയത്താണ് കൂടുതലും ചെയ്യാറുള്ളൂ. നേരത്തെ ഉള്ളൊരു പ്ലാനിങ് വളരെ കുറവാണ്. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല ചെറുതായിട്ട് ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബസ്മതി റൈസൊക്കെ വെന്തു വന്നു. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ബസ്മതി റൈസ് പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഈ ബസ്മതി റൈസ് ഊറ്റി ഞാൻ എന്താ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും പിന്നെ ചൂച്ചും കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു. അപ്പോൾ ചൂച്ചൂനും പാൻ കേക്ക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. ഈ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് പാൻ കേക്ക്സ് റെഡിയായി. പിന്നെന്താ, ഇനി നമുക്ക് നമ്മുടെ റൈസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരണ സമയം നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നത്. പിന്നെ ബാൽക്കണിയിൽ സ്പ്രിംഗ് ഒണിയൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പ്രിംഗ് ഒണിയൻ കുറച്ച് കട്ട് ചെയ്തിട്ട് അതും എടുത്ത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മുട്ട ഇതുപോലെ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ വെജിറ്റബിൾസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ആ ഒരു സെയിം കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് മൊരിഞ്ഞൊന്നും വരണ്ട, ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഇനി വെളുത്തുള്ളി മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിലേക്ക് ബാക്കി വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും പിന്നെ ഞാൻ ടിഫിൻ ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം കേട്ടോ. പാൻ കേക്ക്സും തന്നെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാൻ കേക്ക്സ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിലൊന്ന് പാക്ക് ചെയ്യണം. നേരം വൈകി എണീറ്റത് കൊണ്ട് തന്നെ കുറച്ച് വൈകി. അപ്പോൾ പെട്ടെന്ന് പാക്കിങ് കാര്യങ്ങളും കുക്കിങ്ങൊക്കെ ചെയ്യണം. ബാക്കി വെജിറ്റബിൾസ് എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഫ്രൈഡ് റൈസിനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഉപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ
ആവശ്യത്തിന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു റൈസ് ഉണ്ടല്ലോ, ബസ്മതി റൈസ്, ആവശ്യത്തിന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സായി ചൂടായിട്ട് വരണം. പിന്നെ ഞാൻ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഫ്രൈഡ് റൈസും ഒരാൾക്ക് എഗ് റൈസും ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി മുട്ടയും ബാക്കി റൈസും കൂടെ വേറൊരു പാനിലേക്ക് ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഉപ്പും കുരുമുളകൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ചൂടായിട്ട് വരട്ടെ. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി 2ലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം സ്പ്രിംഗ് ഒണിയനും കൂടിയും ചേർത്ത് നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് പ്രിപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ എഗ് റൈസിൻ്റെ ഒക്കെ കൂടെ സോസ് കാര്യങ്ങളൊക്കെയാണ്, ടൊമാറ്റോ കെച്ചപ്പൊക്കെയാണ് സാധാരണ കൊണ്ടുപോകാറ്. ഹായ്, നമസ്കാരം. ഇന്നിപ്പോൾ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോയി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പിസ്സ ഉണ്ടാക്കാമെന്ന്, ഹോം മെയ്ഡ് പിസ്സ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് പിസ്സയുടെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്, പല വെറൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്, വെജ് നോൺ വെജ് ഒക്കെ. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. സോസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇതിപ്പോൾ അത്ര പഴുത്ത തക്കാളിയല്ല, ഞാൻ ഉള്ളത് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണു, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് നമുക്കിതുപോലെ ക്രോസ് കട്ട് ചെയ്യാം. ഈ ഭാഗം ഏത് വേണമെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ ആയാലും കുഴപ്പമില്ല. ക്രോസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളിക്കൊക്കെ ഇപ്പൊ വില പറഞ്ഞൂല്ലേ തക്കാളിക്ക്. പിന്നെ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് കഴുകി നമുക്ക് നല്ല ചെറുതായിട്ടാണ് മുറിച്ചെടുക്കാം. ഇതിപ്പോ ബോൺലെസ് പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും ബോൺസ് ഉണ്ടെങ്കിൽ മാറ്റാം. ഇനി ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കൻ മുറിച്ചെടുത്തതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പും കൂടി ചേർത്തിട്ട്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലുള്ളത്. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡൗ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് ഇട്ട് കൊടുക്കണത്. ഞാൻ കുറച്ച് അധികം മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 കപ്പ് എടുത്തിട്ടുണ്ട്. പിസ്സ ആകുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉണ്ട്. എല്ലാവർക്കും, കുട്ടികൾക്കെന്നുണ്ടെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കണത് ഇതിലേക്ക് ഒരു ഈസ്റ്റാണ് കേട്ടോ. ഇതിലേക്കല്ല, നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഈസ്റ്റ്, ആക്റ്റീവ് ഈസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിന് ചൂട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരില്ല കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർക്കണം. പഞ്ചസാര ചേർത്താലാണ് ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരുള്ളൂ. പിന്നെ ഈസ്റ്റൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഈസ്റ്റ് ഇങ്ങനത്തെ കേസിൽ വർക്കാവില്ല. ഇപ്പോൾ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല ഈസ്റ്റിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊന്നും. പിന്നെ ഞാൻ ആ ഒരു വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒരു 5 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും അത് പൊങ്ങി വരും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു മൈദയിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒലിവ് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എന്താ ചേർക്കണത്, കുറച്ച് ഓണിയൻ പൗഡറും അതുപോലെ ഗാർലിക് പൗഡറുമാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഒറിഗാനോ ഫ്ലേക്സ്, അതായത് ഇറ്റാലിയൻ ഹെർബ്സ്, ഈ ഒറിഗാനോ ഫ്ലേക്സും ബേസിൽ ഹെർബ്സും, അതായത് ബേസിൽ ഫ്ലേക്സും കൂടിയിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ, ഈ ഒരു രീതിയിൽ.
അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് സ്റ്റിക്കി ആയിട്ട് വരും, പിന്നെ നമ്മൾ കുഴച്ചെടുക്കും തോറും നന്നായിട്ട് തന്നെ വരും. പിന്നെ ഒരു പാത്രം ഒന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുക്കുക. മുകളിലും കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കുക, ഒരു നല്ലൊരു വാമായിട്ടുള്ള പ്ലേസിൽ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും പൊങ്ങി വന്നോളും. അപ്പോഴേക്കും നമ്മുടെ തക്കാളി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തണക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതിൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഓൾറെഡി ഇതുപോലെ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, തോലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊരു ചോപ്പറിലിട്ടിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ചെടുക്കണം. കടായി ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പറിൽ മുറിച്ച് വെച്ച ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ സവാളയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ വെളുത്തുള്ളി മുറിച്ച പോലെ ചെറുതായിട്ട് മുറിച്ചങ്ങോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സവാള ഇങ്ങോട്ട് എന്താ പറയുക, ഇത് വഴന്ന് വരണ ഒരു സമയം കൊണ്ട് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും ക്യാപ്സിക്കൊക്കെ ചേർക്കുമ്പോഴാണ് ഈ ഒരു സോസ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ആ ഒരു പിസ്സ സോസിനേക്കാളും നല്ല ടേസ്റ്റിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇനി വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ സവാളയും കൂടി ചേർത്തിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴറ്റിയെടുക്കണ ഒരു സമയം കൊണ്ട് ഒരു പകുതിയോളം ക്യാപ്സിക്കം എടുത്തിട്ട് നമുക്ക് ചോപ്പറിലിട്ടിട്ട് അതും നല്ല ചെറുതായിട്ട് തന്നെ ഇങ്ങോട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെജിറ്റബിൾ ചോപ്പർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കാനൊക്കെ അത്യാവശ്യം സമയം എടുക്കുമല്ലോ. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരണം. സവാളയും ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ വഴറ്റിയെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി ക്യാപ്സിക്കം നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയുടെ ചൂടൊക്കെ ചെറുതായിട്ട് ആറി വന്നിട്ടുണ്ട്. തക്കാളിയുടെ തോലിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം ഈ ഒരു സമയം കൊണ്ട്. ഞാൻ പിന്നെ വേറൊരു പാനിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്തിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ആ ഒരു സമയം കൊണ്ട് ഞാൻ അതേ തൊലിയൊക്കെ കളയുന്നുണ്ട്. ഇടയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീപ് ഫ്രൈ അല്ല ചെയ്യണത്, ഇതൊരു ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞ തക്കാളി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. തക്കാളിയുടെ ചൂട് പോയിട്ടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അതേ ടൊമാറ്റോ പ്യൂരിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയല്ല സവാളയും ക്യാപ്സിക്കൊക്കെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഒരു ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തക്കാളി ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു ഇറ്റാലിയൻ ഹെർബ്സ് ചേർക്കുന്നുണ്ട്. ഒറിഗാനോ ബേസിൽ ഫ്ലേക്സാണ് ചേർക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചേർക്കുമ്പോഴാണ് നല്ലൊരു ആ ഒരു പിസ്സ സോസിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ വരിക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അതുപോലെ എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ചിക്കനൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടിയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പിനനുസരിച്ച് ടേസ്റ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ചീസ് ചേർക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു സോസ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. ചീസ് നന്നായിട്ട് എന്താ പറയുക ഉരുകിയൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇടയ്ക്ക് സോസൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സോസ് നന്നായിട്ട് തിളച്ച് കുറുകി അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് വരണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് ടൊമാറ്റോ പ്യൂരിയാണ് ഇട്ടത്. ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നന്നായിട്ട് തന്നെ വരും. പിന്നെ ഞാൻ കുറച്ചും കൂടിയും ഒറിഗാനോ ഫ്ലേക്സ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴേക്കും നമ്മുടെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ടോപ്പിങ്സിന് വേണ്ടിയിട്ട് കുറച്ചല്ല ഒരു സവാള ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അതുപോലെ ക്യാപ്സിക്കവും ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളർഡ് ക്യാപ്സിക്കോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മോലീസ് ആണെങ്കിലും ഒളീസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പിസ്സ എന്നുള്ള രീതിയിലാണ് തയ്യാറാക്കണത്. പിന്നെ നമ്മുടെ പിസ്സ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ആ ഒരു പൊങ്ങി വന്ന മാവുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൽ കൈവച്ച് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് പരത്തി അങ്ങോട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിന് തിക്കായിട്ടുള്ള പിസ്സ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ തിൻ ക്രസ്റ്റ് പിസ്സ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു പിസ്സ സോസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുക. ചീസ് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ അത്യാവശ്യം ചീസിൻ്റെ അളവ് കൂട്ടാം, നന്നായിട്ട് തന്നെ വരും. പിസ്സയ്ക്ക് ആകുമ്പോൾ അത്യാവശ്യം ചീസ് വേണമല്ലോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം മുറിച്ചത്, സവാള മുറിച്ചത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. തക്കാളിക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു കുരുവിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഒഴിവാക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കാര്യങ്ങളൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ പിക്കിൾഡ് അലോപ്പീനോ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ എത്രയ്ക്ക് തിക്കായിട്ടാണോ പിസ്സ ഉണ്ടാക്കിയത് അതിൻ്റെയൊക്കെ ബേസിൽ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. 8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു പിസ്സ റെഡി ആയിട്ട് വരുന്നുണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരും. ഇതിപ്പോൾ അത്യാവശ്യം സൈസ് ആയിട്ടുള്ളൊരു പിസ്സയാണ്, 2 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അനുപണ്ണാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്. ബാക്കി ആ ഒരു മാവ് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഉണ്ടാക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ബേസിൽ ഫ്ലേക്സ് ഒക്കെ ചേർത്തിട്ട് അപ്പോൾ നമ്മുടെ നല്ല ഹോം മെയ്ഡ് സൂപ്പർ പിസ്സ റെഡി. നല്ല ചൂടോടുകൂടി കഴിക്കാം. ചൂട് ഉണ്ട് ശരിക്കും. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാനിങ്ങനെ കഴിക്കുന്നത്. ഡ്രൈവിംഗ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ശേഷം വന്നിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ പിസ്സ കാര്യങ്ങൾ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ആക്രാന്തം കാണിച്ച് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ പിസ്സ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോറും 2-3 കറികളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഇതിനു മുമ്പ് ഓവനില്ലാതെ പാനിൽ വെച്ചിട്ടുണ്ടാക്കണ പിസ്സയും ഓവനിൽ വെച്ചിട്ടുണ്ടാക്കണതും വെജ് വെർഷനും പനീർ പിസ്സ അങ്ങനെ പല രീതിയിലുള്ളത് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിംഷാസ് കിച്ചണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഒക്കെയാണ് എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.